100 വർഷത്തിലേറെയായി തെമ്മലക്കാരുടെ ദാഹമകറ്റി നിൽക്കുകയാണ് മുത്തശ്ശിക്കിണർ. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ കിണർ കാലപ്പഴക്കത്താൽ നേരിട്ട തകർച്ച പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാകുന്നു. ഇനി തെന്മലയ്ക്ക് ദാഹമകറ്റാൻ മുത്തശ്ശിക്കിണർ മാത്രം. തെന്മലയ്ക്കും പരിസര പ്രദേശങ്ങൾക്കും കൊടും വേനലിൽ ദാഹജലം നൽകി നിലകൊള്ളുകയാണ് ഈ മുത്തശ്ശിക്കിണർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴയ കൊല്ലം ചെങ്കോട്ട റോഡിന് സൈഡിലായി നിർമ്മിച്ചതാണ് ഈ കിണർ. റെയിൽവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് ദാഹമകറ്റാൻ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ കിണറ്റിൽ അന്നു മുതൽ ഇന്നുവരെയും വെള്ളം വറ്റിയിട്ടില്ല. അന്ന് കൊല്ലം ചെങ്കോട്ട റോഡ് വഴി കൂടുതലും കാളവണ്ടികളും കാൽനട യാത്രക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ മനസ്സും ശരീരവും തണുപ്പിച്ച് ദാഹമകറ്റാൻ മുത്തശ്ശിക്കിണർ മാത്രമായിരുന്നു ആശ്രയം. പണ്ട് തൊട്ടേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ എല്ലാവരും ഇവിടുന്ന് ഈ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. വേനലായി കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇതിൻ്റെ അടിയിൽ നെല്ലിപ്പലകയൊക്കെ ഇട്ട് അങ്ങനെ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ എല്ലാവരും ഇതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നു മുതൽ തുടർച്ചയായി ഈ കിണർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തുകാർ. സാമൂഹ്യ വിരുദ്ധ ശല്യമോ മറ്റു മലിനീകരണങ്ങളോ ഈ കിണറിൽ ഉണ്ടായിട്ടില്ല. പരിസരവാസികൾക്കെല്ലാം ഈ കിണറിൽ നിന്ന് വെള്ളം എടുക്കാനായി കയറും തൊട്ടിയും സ്വന്തമായുണ്ട്. പഴയകാലത്ത് തന്നെ നെല്ലിപ്പലക കിണറ്റിൽ പാകിയിരുന്നുവെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഈ വെള്ളത്തിന് മധുരമുണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇന്ന് പഴമക്കാർക്ക് മുത്തശ്ശിക്കിണറിലെ വെള്ളത്തെക്കുറിച്ച് പറയുവാൻ 100 നാവാണ്. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് ഇതിൻ്റെ കൽക്കെട്ടുകൾ ഭാഗികമായി തകർന്നിട്ടും ഇതിനെ സംരക്ഷിക്കാൻ പഞ്ചായത്ത് അധികൃതരോ മറ്റ് സംഘടനകളോ തയ്യാറായിട്ടില്ല. തെന്മലയ്ക്ക് മാത്രം അവകാശപ്പെടുന്ന പൈതൃക സ്വത്താണ് ഈ മുത്തശ്ശിക്കിണർ. ന്യൂസ് ബ്യൂറോ, തെന്മല.